പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ സത്രത്തിലേക്കുള്ള ചെറിയ ഓഫ് റോഡിംഗ് ആണ് കാണിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ സത്രത്തിലെ ബാക്കി കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രകൃതിയെ സ്നേഹിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് സത്രം. മുൻ വീഡിയോയിൽ കണ്ട കാഴ്ചകളുടെ തുടർച്ച എന്ന് പറയാവുന്ന വിധമുള്ള കാഴ്ചകൾ ഇവിടെയും കാണാം. മുൻ വീഡിയോകൾ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. മൂന്നാറിന് സമാനമായ തേയിലത്തോട്ടങ്ങളും ചെറിയ തടാകങ്ങളും ഇവിടെ ധാരാളം കാണുവാൻ സാധിക്കും. പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങളുടെ നടുവിലെ ജലാശയം ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ അതിമനോഹരം. മഴക്കാലമാണെങ്കിൽ പിന്നെ ചോദിക്കുകയും വേണ്ട, അതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെ. ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളം എന്ന് പറയുവാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. എത്ര കണ്ടാലും മതിവരാത്ത പ്രകൃതി കനിഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ. പല അന്യഭാഷാ വ്ലോഗിലും പറയുന്നത് കേൾക്കാറുണ്ട് കേരളത്തിൻ്റെ ആരെയും കൊതിപ്പിക്കുന്ന സൗന്ദര്യത്തെപ്പറ്റി. എനിക്കും ഈ വീഡിയോയിൽ അതൊക്കെ തന്നെ പറയുവാനുള്ളൂ. അധികം ദീർഘിപ്പിക്കുന്നില്ല, കാഴ്ചകൾ കണ്ട് നമുക്ക് പതിയെ യാത്ര തുടരാം. മുകളിൽ നിന്ന് കണ്ട ജലാശയത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അത്യാവശ്യം നല്ല വെയിലും ഉണക്കുമായിട്ടും വെള്ളത്തിന് ക്ഷാമമൊന്നുമില്ല കാഴ്ചയിൽ. എവിടെ നോക്കിയാലും കണ്ണെടുക്കാൻ തോന്നാത്ത ഇത്തരം കാഴ്ചകൾ തന്നെ. ഈ റൂട്ട് കയറിയത് മുതൽ വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. അതും കൂടുതൽ ജീപ്പ് തന്നെ. പിന്നെ പ്രൈവറ്റ് ഓട്ടോയും ഇവിടെയുള്ള ആളുകളുടെ കുറച്ച് ബൈക്കുകളും. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, എന്തുകൊണ്ടാണോ എന്തോ സഞ്ചാരികൾ വളരെ കുറവേ ഇവിടെ എത്തുന്നുള്ളൂ. നമുക്കേതായാലും മുന്നോട്ട് പോകാം. മെയിൻ കാഴ്ചകൾ വരാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഒരു ചെറിയ ജംഗ്ഷനിലെത്തി. ഇവിടെ ചെറിയ വീടുകളും അതുപോലൊരു സ്കൂളാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു ചെറിയ ക്ഷേത്രവും ഒരു സ്റ്റേജും ഒക്കെ കാണാം. ഇവിടെ നിന്നും ബോർഡിൽ കാണുന്നത് പോലെ തിരിഞ്ഞു വേണം സത്രത്തിലേക്ക് പോകുവാൻ. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ വിശദമായി നോക്കാം. തുടക്കം മുതൽ സത്രം എന്ന് കേൾക്കുന്നു. എന്താണ് സത്രം, അല്ലെങ്കിൽ ആ പേര് എങ്ങനെ വന്നു എന്ന് പലരും ഇതിനോടകം ചിന്തിച്ചു കാണും. സത്രം എന്നതിനെ വളരെ ലഘുവായി പറഞ്ഞാൽ ഇടത്താവളം എന്ന് പറയാം. അതെ, ഇതൊരു ഇടത്താവളമാണ്. പരമ്പരാഗത പാതയിൽ യാത്ര ചെയ്ത് ശബരിമലയിൽ എത്തുവാൻ പ്ലാൻ ചെയ്യുന്ന സ്വാമിമാർക്ക് സത്രം എന്നത് ഒരു ഇടത്താവളമാണ്. മുൻ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു, നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് സത്രം റോഡിലാണ്. ഈ റോഡ് അവസാനിക്കുന്നത് പുതിയ സത്രത്തിലാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നമുക്ക് പഴയ സത്രത്തിലേക്ക് ആദ്യം പോകാം, അതിനുശേഷം പുതിയ സത്രത്തിലേക്കും. ആദ്യ കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഇതാണ് പഴയ സത്രം. മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് കുറച്ച് ദൂരം മണ്ണിട്ട വഴിയിലൂടെ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് പഴയ സത്രം കാണുവാൻ പറ്റും. വളരെ ചരിത്ര പ്രാധാന്യമുള്ള പഴയ സത്രത്തിലെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. സത്യത്തിൽ വായിച്ചറിഞ്ഞത് പ്രകാരം ഒരിക്കലും നശിച്ചു പോകാൻ പാടില്ലാത്തൊരു സ്ഥലം. പുരാതന കരിങ്കൽക്കെട്ടോടുകൂടിയ ഇടിഞ്ഞു വീഴാറായ ഈ കെട്ടിടത്തിന് ഏറെ ചരിത്ര പ്രാധാന്യമുണ്ട്. അത് നമുക്ക് എന്തെല്ലാമാണെന്ന് നോക്കാം. പരമ്പരാഗത കാനനപാത കടന്ന് ശബരിമലയിലേക്കുള്ള യാത്രക്കിടെ തിരുവിതാംകൂർ രാജാക്കന്മാർ അടക്കമുള്ള ഭക്തർ വിശ്രമിച്ച ഇടമായിരുന്നു പഴയ സത്രം. പണ്ട് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ വണ്ടിപ്പെരിയാറിലെത്തി പരമ്പരാഗത കാനനപാത വഴിയാണ് ശബരിമലയിൽ പോയിരുന്നത്. പല വെബ്സൈറ്റുകളിലും കാണുന്ന റെഫറൻസാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. പരമ്പരാഗത കാനനപാത തിരഞ്ഞെടുത്ത് ശബരിമലയിൽ പോയിരുന്ന ഭക്തർ വിരിവെച്ചിരുന്നതും എട്ടുകെട്ടിന്റെ മാതൃകയിൽ നിർമ്മിച്ച ഈ കെട്ടിടത്തിലായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. ഈ കെട്ടിടം ഉൾപ്പെടെ 22 ഏക്കർ ഭൂമി ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ കൈവശമാണ് ഉള്ളത്. അത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ബോർഡിൽ നിന്നുമാണ് വായിച്ച് മനസ്സിലാക്കിയത്. എന്തുതന്നെയായാലും വളരെ നല്ല ആംബിയൻസ് ആണ് ഇവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തത്. കാടിന് സമാനമായ ചുറ്റുപാടിൽ ചെറിയ ഇളം കാറ്റും ചരിത്രകഥകൾ ഉറങ്ങിക്കിടക്കുന്ന എട്ടുകെട്ട് മാതൃകയിലുള്ള കെട്ടിടവും പിന്നെ കിളികളുടെ സ്വരമാധുര്യവും നിറഞ്ഞു നിൽക്കുന്ന മണ്ണ്. അതെ, കുറച്ചു നേരം അവിടെ തന്നെ ചിലവഴിച്ചു. പഴയ സത്രത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇനി കാണുവാൻ കുറച്ച് കാഴ്ചകൾ കൂടെ ബാക്കിയുണ്ട്. അത് കണ്ട് ആസ്വദിച്ച് നമുക്ക് യാത്ര തുടരാം. ഇനി നമ്മൾ കാണുവാൻ പോകുന്ന സത്രം വ്യൂ പോയിന്റിന്റെ കുറച്ച് ഭാഗങ്ങൾ ഓഫ് റോഡിംഗ് വീഡിയോയിൽ കണ്ടു കാണും. ചെറിയ പുൽമേടുകൾ കൊണ്ട് സമ്പന്നമാണ് ഈ ഭൂപ്രകൃതി. എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുക മണ്ണിട്ട ചെറിയ വഴികളും അതുപോലെ പുൽമേടുകളുമാണ്. മറ്റു ചില വീഡിയോകളിൽ പറയുന്നത് കേട്ടു വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഇവിടെയുണ്ട് എന്ന കാര്യം. അതുപോലെ ഇടയ്ക്ക് ആന ഇറങ്ങും എന്നൊക്കെ. അതുകൊണ്ട് യാത്ര ചെയ്യുന്നവർ എല്ലാ മുൻകരുതലുകളും എടുക്കുക തന്നെ ഉചിതം.
ചുറ്റിനും കാട് തന്നെയാണ്. എവിടെയോ വായിച്ചത് ഓർക്കുന്നു, ഇത് പെരിയാർ ടൈഗർ റിസർവിൽ ഉൾപ്പെടുന്ന മേഖലയാണ് എന്ന കാര്യം. നല്ല വെയിലുണ്ട്, എന്നാലും വേണ്ടില്ല, എപ്പോഴും വരാൻ പറ്റുന്ന സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ കുറേ കറങ്ങി നടന്ന് എല്ലാ കാഴ്ചകളും പകർത്തി പിന്നെയാണ് പുതിയ സത്രത്തിലേക്ക് ഞങ്ങൾ പോയത്. വീണ്ടും മെയിൻ സത്രം റോഡിൽ വന്ന് കയറി. ഞങ്ങളുടെ മുന്നിലൂടെ ഒരു ആന പോകുന്നത് കണ്ടു. ആ ആനയല്ല, ഇത് KSRTC ആന. അപ്പം നമുക്ക് അവൻ്റെ പുറകെ പോകാം. ദേ പോണു. കുമളിയിൽ നിന്നും മൗണ്ട് സത്രം ബസ് റൂട്ടാണിത്. KSRTC മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ എന്നാണ് അറിഞ്ഞത്. വലിയ ആളുകളൊന്നും യാത്ര ചെയ്യുന്നില്ല, എങ്കിലും ഇവിടെ ഉള്ളവരുടെ ഏക ആശ്രയം ഈ ബസ്സാണ്. അതുതന്നെയല്ലേ KSRTC ചെയ്യേണ്ടതും, കാരണം ഇതൊരു ബിസിനസ് അല്ലല്ലോ, സർവീസ് അല്ലേ ചെയ്യുന്നത്. റൂട്ട് ഏതായാലും പതിവ് തെറ്റിക്കാതെ ആശാൻ പൊടിയൊക്കെ പറത്തി നല്ല ഉഷാറായിട്ടാണ് പോകുന്നത്. അങ്ങനെ വന്ന് റോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെയാണ് ബസ് പാർക്ക് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്കൊരു ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറയാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള സത്രം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ബോർഡാണ് കാണുന്നത്. ബസ്സിൻ്റെ ബോർഡ് കണ്ടോ? പെരിയാർ മൗണ്ട് സത്രം എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. വന്നു ഒരു 10 മിനിറ്റ് കിടക്കും, അതിനുശേഷം വീണ്ടും തിരിച്ച് റിട്ടേൺ പോവുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ ബസ് പിന്നെയും ഇങ്ങോട്ട് വരുന്നത് കണ്ടു. അത് ഈ ബസ് തന്നെയാണോ അതോ മറ്റു ബസ് വരുന്നതാണോ എന്നറിയത്തില്ല, അത് ചോദിക്കാൻ പറ്റിയില്ല. ബസ് പോയതിനു ശേഷം ഞങ്ങൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് നടന്നു. അതിമനോഹരമായ കൊച്ചു ക്ഷേത്രം. ശബരിമല സീസൺ ആയിരുന്നെങ്കിൽ ധാരാളം ഭക്തർ ഇവിടെ കാണുമായിരുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം, ക്ഷേത്രത്തിന് പുറകുവശം കൊടും വനമാണ്. പച്ചപ്പ് നിറഞ്ഞ കൊടും വനം. പരമ്പരാഗത കാനനപാത തുടങ്ങുന്നത് ഇവിടെ നിന്നുമാണ്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പോകാം. ഈ കാണുന്ന വഴിയിലൂടെയാണ് കാനനപാതയിലേക്ക് പോകേണ്ടത്. ചെറിയൊരു തോട് ഇവിടെ കാണാം. എവിടെ നിന്നും വരുന്ന വെള്ളമാണ് അതെന്നറിയില്ല. പമ്പയാറിൻ്റെ ഭാഗമാണോ? ഏതായാലും അതൊന്ന് നോക്കണം. ഏതായാലും കുറച്ചേ ഈ വഴിയിലൂടെ മുന്നോട്ട് പോകുവാൻ സാധിക്കൂ. സീസണിൽ മാത്രമേ ചെക്ക് പോസ്റ്റിനപ്പുറത്തേക്ക് ഭക്തർക്ക് പ്രവേശനമുള്ളൂ. പിന്നെ കുറച്ച് റിസ്ക്കുള്ള പ്രദേശമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പകരം നല്ല റിസ്ക്കുള്ള പ്രദേശമാണ് ഇതെന്ന് മനസ്സിലാക്കണം. കാരണം ഇവിടെ നിന്നും 12 കിലോമീറ്റർ മാത്രമാണ് സന്നിധാനത്തേക്കുള്ള ദൂരം. അങ്ങനെ ചിന്തിച്ചാൽ കാട് തൊട്ടടുത്ത് തന്നെ. അപ്പോൾ വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും നാം പ്രതീക്ഷിക്കണം. ഞാൻ എന്നും പറയുന്നതാണ്, വനനിയമങ്ങൾ നാം കൃത്യമായി പാലിക്കുക തന്നെ വേണം. പ്രവേശനം ഇല്ല എന്ന് കണ്ടാൽ പിന്നെ ആ ഭാഗത്തേക്ക് പോകാതിരിക്കുക തന്നെയാണ് നാം ചെയ്യേണ്ടത്. ഇവിടെയുള്ള ബോർഡിൽ ദൂരം കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. 12 കിലോമീറ്റർ എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ അഴുത റേഞ്ചിൽ നിന്നും കാണിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അറിയത്തില്ല, ഒരുപക്ഷെ ഏതെങ്കിലും ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഭാഗമായിരിക്കാം. ഇവിടെ ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് നമുക്ക് കാണാം. അതിനപ്പുറത്തേക്ക് ആർക്കും ഇപ്പോൾ പ്രവേശനമില്ല, അതും ബോർഡിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ബോർഡ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ തിരികെ നടന്നു. ഇനി നമ്മൾ പോകുന്നത് ആദ്യം മിസ് ചെയ്തൊരു സ്ഥലത്തേക്കാണ്. റൂട്ട് ചെറുതായി ഒന്ന് മാറിയതുകൊണ്ട് ആദ്യം ആ സ്ഥലത്തേക്ക് പോകുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. പക്ഷേ ഒഴിവാക്കാൻ സാധിക്കാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ഞങ്ങൾ വീണ്ടും അവിടേക്ക് തിരിച്ചുപോയി. ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ സ്ഥലം ഏതാണെന്നല്ലേ? സത്രം എയർ സ്ട്രിപ്പ്, അതാണ് ആ സ്ഥലം. വണ്ടി മുകളിൽ പാർക്ക് ചെയ്ത് കുറച്ച് നടന്ന് ഞങ്ങൾ സത്രം എയർ സ്ട്രിപ്പ് കാണുവാൻ മുന്നോട്ട് പോയി. NCC ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കേരള PWD നിർമ്മാണം നടത്തിയതാണ് സത്രം എയർ സ്ട്രിപ്പ്. NCCയുടെ രാജ്യത്തെ ആദ്യ എയർ സ്ട്രിപ്പാണിത്. പ്രതിവർഷം 1000 NCC കേഡറ്റുകൾക്ക് സൗജന്യമായി പറക്കൽ പരിശീലനം നൽകുക എന്നതാണ് ഇതിൻ്റെ നിർമ്മാണ ലക്ഷ്യം. ഈ കാഴ്ച കൂടെ കണ്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട്, ലൈക്ക്, കമൻറ്റ്, ഷെയർ, പിന്നെ സബ്ബായി കൂടെ തരിക. ധാരാളം വീഡിയോകൾ ഇതിനകം തന്നെ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെ നല്ല അറിവുകൾ സമ്മാനിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.